ഇയാളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രം പിടുത്തം കിട്ടുന്ന സ്വരമാണിത്. മുമ്പുകാലം എന്തെങ്കിലും തരത്തിൽ ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് ആവശ്യമായ ആദ്യത്തെ ഒരുക്കമെന്ന് പറയുന്നത് അവനവൻ്റെ ഒരു മരുഭൂമി അനുഭവത്തിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളത്. ഏകാന്തതയുടെയും സർഗാത്മകതയുടെയും വ്യക്തതയുടെയും ആന്തരിക ശബ്ദത്തിന് കാതോർക്കാനുമൊക്കെ ഉള്ള ഒരു കാലമായിട്ട് നോമ്പിനെടുത്താന്നല്ല, ഏറ്റവും വിനീതർക്ക് വേണ്ടി പുതിയ പുതിയ വെളിപാടുകൾ കിട്ടുന്ന ഒരിടമായിട്ടാണ് ഈ മരുഭൂമിയെ കൺസീവ് ചെയ്യുന്നത്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. 90-ൻ്റെയൊക്കെ ഒരു ആദ്യത്തിലാണ് ഇങ്ങനെ തിരുവല്ല എന്നൊരിടവുമായിട്ട് കുറച്ചുകൂടി അടുപ്പം ഉണ്ടാവുക. ഇന്ന് മാർത്തോമ്മ കോളേജിലെ NSS വിഭാഗമായിട്ടും അതിനെ ആനിമേറ്റ് ചെയ്യുന്ന അധ്യാപകരൊക്കെ ആയിട്ട് ഒരു ഹൃദയൈക്യമുണ്ടായി. അത് നമുക്കൊരു പ്രിയപ്പെട്ടൊരു ഇടമായിട്ട് മാറി. എന്നെ അവിടെ കൗതുകപ്പെടുത്തിയൊരു പ്രധാനപ്പെട്ട കാഴ്ച, നിരത്തിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന മനുഷ്യരായിരുന്നു, ഉപദേശികളായിരുന്നു. നമ്മുടെ ഒരു നാട്ടിൽ അതൊരു സാധാരണ കാഴ്ചയായിരുന്നില്ല, തീരെ ഇല്ലാതിരുന്നിട്ടുമില്ല. അതിലൊരാൾ എൻ്റെ ബോധത്തിൽ ഈ ഭംഗിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചിത്രം വരക്കാവുന്ന അറിയാവുന്ന ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ആ ചിത്രം വരച്ചു തരാൻ പറ്റുന്ന വിധത്തിൽ അത്രയും കൃത്യമായിട്ടൊരു മുദ്ര അയാളിൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടുണ്ട്. ആ കുരിശ് കവലായിട്ട് അടുത്ത് തിരക്കുള്ള ആ നിരത്തിനരികെ നിന്നുകൊണ്ട് ഋതുക്കൾ പോകുന്ന അറിയാതെ മഞ്ഞോ വെയിലോ മഴയോ ബാധിക്കാതെ നിന്നുകൊണ്ട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ചെറിയ മനുഷ്യനായിരുന്നു. ഒരു വെള്ളമെടുപ്പും വെള്ളമുണ്ടുമൊക്കെ ധരിച്ച്. അതിൻ്റെ പേര് മർക്കോസ് ഉപദേശിയാണെന്നൊക്കെ അടുത്ത കാലത്തായിട്ട് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു. ആരും അതത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് തോന്നിയിരുന്നത്. പക്ഷെ എന്നാലും എവിടെങ്കിലുമൊക്കെ ആർക്കോ ഒരു ആശ്വാസമായിട്ട് അയാളുടെ ശബ്ദം ഇങ്ങനെ അവരുടെ ഉള്ളിലേക്ക് വന്ന് വീണിട്ടുണ്ടാവും. അത്തരം ഒരു ദിവസങ്ങളിലൊന്ന് വ്യക്തിബന്ധങ്ങളിലൊക്കെ സംഭവിച്ച വലിയൊരു നഷ്ടവും വിഷമമൊക്കെ ആയിട്ട് ഈ ഒരു ഇടത്തിലൂടെ പോകുമ്പോൾ നല്ല ചാറ്റമഴയുള്ളൊരു ദിവസമായിരുന്നു. വെറുതെ തിരക്കുള്ളൊരു ബസ് കഷ്ടിച്ച് 1-2 മിനിറ്റ് ഇങ്ങനെ അതിൻ്റെ സ്റ്റോപ്പിൽ ഹോൾഡ് ചെയ്ത് കിടക്കുമ്പോൾ ഇയാളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പല ആവർത്തി കേട്ടുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ച് പ്രത്യേക തിരഞ്ഞെടുത്തൊരു ജീവിത രീതിയുടെ ഭാഗമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പക്ഷെ ആ വാക്കിൻ്റെ ഒരു ആർദ്രതയും സത്യസന്ധതയും ഒക്കെ ഇങ്ങനെ വല്ലാതെ തൊട്ടു. ആ സമയത്ത് അതിനേക്കാൾ ആശ്വാസം തരുന്നൊരു വേറൊരു വാക്കില്ലായിരുന്നു. യു ആർ ബീങ് ലൗഡ്, യു ആർ ബീങ് പാഷനറ്റ്ലി ലൗഡ്. അന്നാണ് ഈ മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ ശബ്ദം എന്ന് പറയുന്ന വേദപുസ്തകം പറയുന്ന ഒരു ധാരണയ്ക്ക് ഇത്തരം മനുഷ്യരുമായിട്ട് പൊരുത്തമുണ്ടെന്ന് തോന്നി, അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന ഏതൊരു മനുഷ്യരുമായിട്ടും പൊരുത്തമുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രം പിടുത്തം കിട്ടുന്ന സ്വരമാണിത്. അധികം പേരൊന്നും മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നില്ല. വളരെ കുറച്ച് പേരാണ് എല്ലാ കാലത്തും ഈ മരുഭൂമിയിലൂടെ പ്രവേശിക്കാനായിട്ട് ധൈര്യപ്പെടുന്നത്. ഒരു പള്ളിക്കകത്ത് നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പോലും അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ അവനവൻ്റെ മരുഭൂമി കണ്ടെത്തി അതിലൂടെ ഒറ്റയ്ക്ക് നടക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഏകാഗിയും ഒരുപക്ഷെ വിഷാദിയുമൊക്കെ ആയൊരു മനുഷ്യനെ തേടി വരുന്ന വാക്കാണ്. അയാളുടെ ശബ്ദം ഇങ്ങനെ എന്തുമാത്രം പാഴായി പോയിട്ടുണ്ടാവും. വളരെ
കുറച്ച് പേർക്ക് വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്ന, എല്ലാ കാലവും അങ്ങനെ ആയിരുന്ന ദൂതിൻ്റെ പേരാ സുവിശേഷം. ഇതൊക്കെ ഓർക്കാൻ കാരണം നോമ്പ് കാലമായി. നോമ്പ് കാലം എന്തെങ്കിലും തരത്തിൽ ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് ആവശ്യമായ ആദ്യത്തെ ഒരുക്കം എന്ന് പറയുന്നത് അവനവൻ്റെ ഒരു മരുഭൂമി അനുഭവത്തിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളത്. ഒരു സ്വയം ഭരിച്ചൊരു മരുഭൂമി അനുഭവം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിചാരമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിങ്ങനെ എവിടെ വേണമെങ്കിലും ഒരാൾക്ക് സൃഷ്ടിക്കാം. കാർലോ കരാറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പോയറ്റിക്കായിട്ട് ആത്മീയ സാഹിത്യം എഴുതുന്ന ഒരു വ്യക്തിയുണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിലൊക്കെ ഇങ്ങനെ സഹാറ മരുഭൂമിയിൽ പോയിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ലെറ്റേഴ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പുതിയ മീഡിയയിലൊക്കെ ഇപ്പോഴും ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ഇങ്ങനെയാണ്, ഡെസേർട്ട് ഇൻ ദ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്കൊന്ന് ഹോങ്കോങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ വളരെയേറെ പണത്തെ ദൈവമായിട്ട് കണക്കാക്കുകയും ധനത്തിന് വേണ്ടി ക്ഷേത്രമായി മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നഗരമാണ്. ആ നഗരത്തിലിരുന്നു കൊണ്ട് അയാൾ ഇങ്ങനെ ഒരു ഡെസേർട്ട് രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ടൈറ്റിൽ മനോഹരമാണ്, ഇങ്ങനെ ഡെസേർട്ട് ഇൻ ദ സിറ്റി. ഇപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും ഏത് തിരക്കുള്ള ദേശത്തും ഒരാൾക്ക് അയാളുടേതായ ഒരു ഡെസേർട്ട് സൃഷ്ടിച്ചെടുക്കാനായിട്ട് പറ്റും. യേശു ഈ മരുഭൂമിയിലേക്ക് പോയെന്ന് പറയുന്ന ഒരു വിചാരത്തിൽ, വിശേഷം 40 ദിവസമായിരുന്നൊക്കെ പറഞ്ഞൊരു വിചാരത്തിലാണ് ഈ നോയമ്പിൻ്റെയൊക്കെ ഒരു കൾച്ചർ ആരംഭിക്കുന്നത്. മനുഷ്യർ ബോധപൂർവം കയറിപ്പോകുന്ന ഈ ഒരു മരുഭൂമി വാസത്തിനിടയിൽ അവരുടെ ആകപ്പാടുള്ള സന്തോഷം എന്ന് പറയുന്നത് അവനാൽ സ്നേഹിക്കപ്പെടുന്നുള്ള ധൈര്യം മാത്രം. സുവിശേഷത്തിൻ്റെ ആ ഒരു സീക്വൻസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ജോർദാനിലെ ജ്ഞാനസ്നാനത്തിന് ശേഷമാണ് യേശു മരുഭൂമിയിലേക്ക് പോവുക. കാര്യം ഇങ്ങനെ മാർക്കോസൊക്കെ പറയുന്ന കണക്ക് വന്യമൃഗങ്ങൾ അലറിപിടിച്ചുകൊണ്ടിരുന്ന ഒരു മരുഭൂമിയിലേക്കാണ് യേശു പോകുന്നത്. വന്യമൃഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള റോയായിട്ടുള്ള ചില വൈകാരിക പ്രശ്നങ്ങളൊക്കെ തന്നെ. ബീസ്റ്റ് ലൈക്ക് അതൊരു ഉപയോഗിച്ച് വരുന്ന ശൈലിയായതുകൊണ്ട് പറയുന്നത്. ഒരു പക്ഷേ അത് പറയാനായിട്ട് അവകാശം നമുക്കില്ല. മൃഗതുല്യമെന്ന് പറയാനായിട്ട് മൃഗം ഒരു മോശപ്പെട്ട ഒരു പദമല്ല നമുക്കറിയാം. പക്ഷെ എന്നാലും ഒരു പഴയ മെറ്റഫറിനകത്ത് ഒരാളുടെ മൃഗീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന, റോ എന്ന് വിശേഷിപ്പിക്കാവുന്ന, ബയോളജിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇൻസ്റ്റിങ്ക്റ്റുകളെല്ലാം കൂടി നിലവിളിച്ച ഒരിടത്തിനകത്ത് ഇടറിപ്പോകാതിരിക്കാനായിട്ട് അവിടത്തേക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്തത്, ഏറ്റവും വലിയ മെഡിറ്റേഷനായിട്ട് മാറിയത് ഒരു സ്നേഹം പൊതിഞ്ഞു എന്നുള്ള ധൈര്യത്തിലാണ്. ഈ മരുഭൂമി യാത്രക്കകത്ത് ഒരാൾ കടന്നു പോകുന്ന ഈ മരുഭൂമി അനുഭവത്തിനകത്ത് അയാളുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ധൈര്യമാണ്. കാരണം ഇങ്ങനെ കുളി കഴിഞ്ഞ് ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ ആകാശം പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഇവനെൻ്റെ പ്രിയപ്പെട്ടവൻ. മേഘം വന്ന് പൊതിയുകയും ആ മേഘത്തിൽ നിന്ന് ശബ്ദം കേൾക്കുകയും ചെയ്തു. അതിനുശേഷമാണ് യേശു മരുഭൂമിയിലേക്ക് പോകുന്നത്. അപ്പോൾ വലിയൊരു യേശു സ്നേഹാനുഭവമായിട്ട്, അല്ലെങ്കിൽ വെറുതെ ജനറലായിട്ട് ഒരു സ്നേഹാനുഭവമായിട്ട് ഒരു കുറച്ച് ദിവസങ്ങൾ ഓരോരുത്തരും മാറി നിൽക്കേണ്ട ആ മരുഭൂമിയുടെ ഒരു ഘട്ടമായിട്ട് ഈ ഒരു നോമ്പ് കാലത്തെ കണ്ടു കഴിഞ്ഞാൽ വലിയ ട്രാൻസ്ഫോർമേഷൻ സാധ്യതയുണ്ട്. വലിയ മെറ്റഫോർമിസിസ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. വലിയ രൂപാന്തരീകരണത്തിലുള്ള സാധ്യതയുണ്ട്. 40 ദിവസങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകരമായൊരു ദിവസങ്ങളായതുകൊണ്ടാണല്ലോ അത് വേദപുസ്തകത്തിൽ ഇടം കണ്ടെത്തിയത്. അപ്പോൾ അവനവൻ്റെ ഏകാന്തതയുടെയും സർഗാത്മകതയുടെയും വ്യക്തതയുടെയും ആന്തരിക ശബ്ദത്തിന് കാതുവർക്കാനുമൊക്കെ ഉള്ള ഒരു കാലമായിട്ട് നോമ്പിനെടുത്താന്നല്ല, ആവർത്തിക്കുകയാണ്, നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മരുഭൂമിക്കാലം. വലിയ ശബ്ദങ്ങളിൽ നമ്മൾ പെട്ടുപോയി. ഇത്തരം ശബ്ദങ്ങൾക്കിടയിൽ വളരെ മൃദുവായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളുടെ ശബ്ദം എങ്ങനെയാണ് നമ്മളെ തേടിയെത്തുക? നിശബ്ദതയാണ് ആ മരുഭൂമി വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്. മനുഷ്യർ കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ സംസാരിക്കും തോറും അവരവരുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. വാക്കിനകത്ത്
ഈർപ്പം കുറയുകയും ധാർഷ്ട്യം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നു. വാക്കുകൾ ഒരു 19 ദിവസം ഇങ്ങനെ ചുരുങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വാക്കുകളെന്ന് പറയുമ്പോൾ സംഭാഷണം തന്നെ ആവശ്യമില്ല. അവനവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോണിൻ്റെ ഉപയോഗം, ഇത്രയും പുസ്തകങ്ങൾ ആവശ്യമുണ്ടോ, ഇത്രയും പത്രങ്ങൾ വായിക്കേണ്ടതുണ്ടോ, ഇത്രയും അന്തിച്ചർച്ചകൾ കേൾക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതം കുറച്ചുകൂടി നിശബ്ദത അർഹിക്കുന്നുണ്ട്. പള്ളി പണിയുന്നതിനെക്കുറിച്ചൊക്കെ വേദപുസ്തകം പറയുന്നൊരു സൂചന ഒന്ന് എടുത്തു വായിച്ചാൽ നല്ലതാണ്. സോളമൻ പള്ളി പണിതതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നത് കൊണ്ട് ദേവാലയത്തിൻ്റെ നിർമ്മാണവേളയിൽ ഒരിക്കൽ പോലും ഉളിയുടെയോ പണിയായുധങ്ങളുടെയോ സ്വരം കേട്ടില്ലെന്നാണ് പറയുന്നത്. പള്ളിക്കകത്ത് സ്വരം കേട്ടില്ലെന്നല്ല കേട്ടോ പറയുന്നത്, പള്ളി പണിതപ്പോൾ പോലും സ്വരം കേട്ടില്ലെന്നാണ് പറയുന്നത്. അത്രയും നിശബ്ദതയ്ക്കും ആന്തരികതയ്ക്കും തമ്മിൽ ബന്ധമുണ്ട്. ഒരു നോബൽ സമ്മാനം കിട്ടിയ ഒരു യഹൂദ എഴുത്തുകാരനുണ്ട്, ഇസ്രയേലി എഴുത്തുകാരനുണ്ട്. അയാളുടെ സ്ട്രീറ്റിന് തുടങ്ങുന്നിടത്ത് അവിടുത്തെ നഗരസഭ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദയവായിട്ട് നിശബ്ദനായിരിക്കുക. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുക. എഴുത്തു മാത്രമല്ല, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആത്മകമായ കാര്യങ്ങൾക്കകത്തും ഏർപ്പെടുന്ന തൊഴിലുകളും അഭിമുഖീകരിക്കുന്ന ബന്ധങ്ങളുമൊക്കെ കുറേ കൂടി അഗാധവും കുലീനവുമാവണമെങ്കിൽ ഈ നിശബ്ദതയുടെ പാതയിലൂടെ സഞ്ചരിച്ചേ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ യാത്രയ്ക്ക് പോയ ശിഷ്യന്മാരോട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത്: വഴിയിൽ ആരെയും അഭിവാദ്യം ചെയ്യരുത്. ഇത്രയും സംഭാഷണങ്ങളും ചർച്ചകളും ഡിബേറ്റുകളും ഒന്നും ജീവിതം അർഹിക്കുന്നില്ല. മനുഷ്യരിങ്ങനെ ഏകാഗ്രതയില്ലാതെ, കൃത്യമായി ഒന്നിനോടും ബന്ധമില്ലാതെ ഉറക്കെ സംസാരിക്കുന്നുള്ളതാണ് നമ്മുടെ കാലത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമ്മുടെ കാലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളൊന്ന്. അപ്പോൾ അവനവൻ്റെ നിശബ്ദതയുമായി ബന്ധപ്പെട്ടാണ് ഈ മരുഭൂമിയുടെ പാഠം കുറേ കൂടി സാർത്ഥകമാകുന്നത്. നമുക്കറിയാം, യഹൂദ പശ്ചാത്തലത്തിൽ ഈ മരുഭൂമി എന്ന് പറയുന്ന വലിയ റെവലേഷൻ്റെ ഇടമായിരുന്നു, വലിയ വെളിപാടിൻ്റെ ഇടമായിരുന്നു. ആദ്യമൊക്കെ വേദപുസ്തകത്തിനകത്ത് അതിൻ്റെ സൂചനകൾ കുറച്ച് ഡെറിഗേറ്റീവായിട്ടാണ്, നെഗറ്റീവായിട്ടാണ്. പിന്നീട് മരുഭൂമിക്ക് കുറച്ചുകൂടി ഈ ദൈവ വെളിപാടിൻ്റെ മേഖലയായിട്ട്, ഈ ഗോഡ് റെവലേഷൻ്റെ മേഖലയൊക്കെ ആയിട്ടുള്ള പരിണാമം ഉണ്ടാകുന്നു. മോശയൊക്കെ ദൈവത്തെ കാണുന്ന ഈ മരുഭൂമി വെച്ചാണ്. അതും ഇങ്ങനെ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന ഇടത്തിൽ വെച്ചാണ് ദൈവദർശനം ഉണ്ടാകുന്നത്. ഒരു കള്ളിമുൾച്ചെടിയിൽ, ഒരു കുറ്റിച്ചെടിയിൽ നിന്ന് ഒരു ദൈവ വിചാരം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു ബുഷാണ്, ഒരു മരം പോലുമല്ല. യഹൂദർ അക്കാലങ്ങളിൽ കടന്നു പോയിരുന്ന ഏറ്റവും ഇങ്ങനെ താന്നൊരു സാഹചര്യവുമായിട്ട് ബന്ധമുള്ള ഒരു പ്രതീകം കൂടിയായത്. പൊതുവെ നമ്മുടെ ഒരു സങ്കല്പങ്ങളിൽ ദൈവം എന്നൊക്കെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനുപയോഗിക്കേണ്ടി വരുന്ന ഒരു രൂപകമല്ലിത്. ഏറ്റവും നിസ്സാരമായിട്ടുള്ള മരുഭൂമിയിൽ ഏറ്റവും കോമണായിട്ട് കാണാൻ സാധ്യതയുള്ള ഒന്നിനു മീതെ ഇങ്ങനെ ഒരു പ്രകാശമുണ്ടാവുകയാണ്. അത് ഈ പറയുന്ന ഒരു താന്നുള്ളൊരു സംഭവം ഉടനീളമുണ്ട് കേട്ടോ. മോശയ്ക്ക് ഈ കൽപ്പനകൾ കിട്ടുന്ന മലയെന്ന് പറയുന്നത് ആ ദേശത്തുണ്ടായിരുന്ന മലകളിൽ ഏറ്റവും ഉയരം കുറഞ്ഞ മലയാണെന്നാണ് പറയുക. അപ്പോൾ ഏറ്റവും വിനീതർക്ക് വേണ്ടി പുതിയ പുതിയ വെളിപാടുകൾ കിട്ടുന്ന ഒരിടമായിട്ടാണ് ഈ മരുഭൂമിയെ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ആ മരുഭൂമി അനുഭവങ്ങളായിരിക്കും നമുക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കാത്തു നിൽക്കുന്ന അറിഞ്ഞുകൂടാ. എല്ലാത്തിനും ഒടുവിൽ ഒരു 19 ദിവസം കഴിയുമ്പോൾ ജീവിതത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവട്ടെ. യേശുവിൻ്റെ മരുഭൂമി അനുഭവം യേശുവിന് കൊടുത്ത ആ ക്ലാരിറ്റിയാണ്. തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതൊരു കാലഘട്ടത്തിലും ഉയരാമായിരുന്ന കുറേ അധികം പ്രതിസന്ധികൾ യേശു കുറുകെ കടന്നൊരിടത്തിൻ്റെ പേരാണ് ഈ മരുഭൂമി. അത്ഭുതം വേണോ, അങ്ങനെ അപ്പം വേണോ, ഈ അസാധാരണ അനുഭവങ്ങൾ വേണമെന്നൊക്കെ ഉള്ളൊരു പ്രലോഭനം നടക്കുന്ന ഈ മരുഭൂമിക്കകത്ത്. അതിന് ശേഷമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ആ ഒരു മരുഭൂമി കാലം കുറേ കൂടി സ്വയം കണ്ടെത്താനും കുറേ കൂടി നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന ആ സാന്നിധ്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകാനുമൊക്കെ സഹായിക്കട്ടെ. ഇവിടെ നിന്നൊക്കെ ഇപ്പോഴും ആ ശബ്ദം മുഴങ്ങുന്നുണ്ട്: യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എല്ലാവർക്കും അത് പിടുത്തം കിട്ടില്ല. സ്വയം മരുഭൂമി കണ്ടെത്തിയ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് മരുഭൂമിയിൽ എറിയപ്പെട്ട പാവപ്പെട്ട ഒരാത്മാവിന് മാത്രം പിടുത്തം കിട്ടുന്ന ആ മന്ത്രം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ബോധത്തിൽ കുറേ കൂടി പ്രകാശിക്കട്ടെ,
കുറേ കൂടി റെസനേറ്റ് ചെയ്യട്ടെ എന്നതാണ് ഈ നോമ്പുകാലത്തിൻ്റെ ആരംഭത്തിൽ പരസ്പരം നൽകാവുന്ന ഏറ്റവും ഹൃദ്യമായ ആശംസ. ദൈവം കൂടെ ഉണ്ടാവട്ടെ. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.